മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് UDFിൽ നിന്നും 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. വനിതാ സംവരണ വിഭാഗത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നസീമ ഹാരിസും ലീഗ് സ്ഥാനാർത്ഥി റസിയ ഇബ്രാഹിമാണ് മത്സരിച്ചത്. റസിയയ്ക്ക് 8 വോട്ടുകൾ ലഭിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നസീമയ്ക്ക് 1 വോട്ട് പോലും ലഭിച്ചില്ല. നോമിനേഷൻ നൽകുമ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പമാണ് ഇതിനു കാരണമെന്ന് UDF പറഞ്ഞു. UDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ 5 കോൺഗ്രസ്, 2 ലീഗ്, 1 സ്വതന്ത്രൻ എന്നിവയടക്കം 8 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി UDFിലെ അനിൽ ആതിര, ശ്രീജ ഷാജി, LDFിലെ TN ലെനിൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി UDFിലെ റസിയ ഇബ്രാഹിം, നസീമ ഹാരിസ്, LDFിലെ ആഷിഖ് വലിയകത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി UDFിലെ ലിജി റോയ്, KT ലിംസൺ, LDFിലെ ബിന്ദു സത്യൻ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് UDFിലെ AA ഫിജിന, LDFിലെ PS പ്രമീള, VK സുരേന്ദ്രൻ, MG രജീഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ AD ജോസഫ്, ബ്ലോക്ക് സെക്രട്ടറി KM വിനീത് എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു.